ഔദ്യോഗിക ബഹിരാകാശ ഏജൻസിയായ ISRO വികസിപ്പിച്ച GSAT-20 വാർത്താവിനിമയ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം വിജയകരം. അമേരിക്കൻ ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് GSAT-20 വിക്ഷേപിച്ചത്. ഫ്ലോറിഡയിലെ കേപ്പ് കനാവറലിലുള്ള സ്പേസ് കോംപ്ലക്സ് ഫോർട്ടിൽ നിന്ന് പുലർച്ചെ 12:01 വിക്ഷേപണം. 12:36 വിചാരിച്ച പോലെ തന്നെ മിഷൻ പൂർത്തീകരിക്കാനായി. വിദൂര പ്രദേശങ്ങളിൽ ബ്രോഡ്ബാൻഡ് സേവനങ്ങളും യാത്രാ വിമാനങ്ങളിൽ ഇന്റർനെറ്റും നൽകുന്ന ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ അത്യാധുനിക ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-20. ഇന്ത്യൻ മേഖലയിലുടനീളം ബ്രോഡ്ബാൻഡ് സേവനങ്ങളും ഇൻഫ്ലൈറ്റ് കണക്ടിവിറ്റിയും മെച്ചപ്പെടുത്തുന്നതിനാണ് GSAT-N2 കൃത്രിമ ഉപഗ്രഹം സജ്ജീകരിച്ചിരിക്കുന്നത്. ഒന്നിലധികം സ്പോട്ട് ബീമുകളും വൈഡ് ബാൻഡ് ട്രാൻസ്പോണ്ടറുകളും ഉൾക്കൊള്ളുന്ന ഈ ഉപഗ്രഹം ചെറിയ ഉപയോക്തൃ ടെർമിനലുകളുള്ള ഒരു വലിയ സബ്സ്ക്രൈബർ ബേസിനെ പിന്തുണയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതാദ്യമായാണ് ISRO അതിന്റെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വഴി SpaceX റോക്കറ്റിൽ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. 27 മുതൽ 40 GHz വരെയുള്ള റേഡിയോ ഫ്രീക്വൻസികളുടെ ഒരു ശ്രേണി ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ലഭിക്കാൻ ഉപഗ്രഹത്തെ പ്രാപ്തനാക്കുന്ന വിപുലമായ ബാൻഡ് ഫ്രീക്വൻസി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപഗ്രഹം ISRO നിർമ്മിക്കുന്നതും ഇതാദ്യമായിട്ടാണ്. അതേസമയം ചന്ദ്രയാൻ 4, 5 എന്നിവയുടെ അടുത്ത റൗണ്ട് ചാന്ദ്ര ദൗത്യങ്ങൾക്കായി ISRO അതിന്റെ ഡിസൈൻ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും സർക്കാർ അനുമതിക്കായി ശ്രമിക്കുകയാണെന്നും ISRO ചെയർമാൻ S. സോമനാഥ് അറിയിച്ചിരുന്നു.